ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ പെരിഞ്ചേരിയിലുള്ള വീട്ടിൽ, അതായത് മമ്മിയുടെ വീട്ടിൽ പെരുന്നാളാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജൂണിലും ജനുവരിയിലും 2 പെരുന്നാളുണ്ട്. അതിലെ ജൂണിലെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇന്ന് ഞായറാഴ്ച 10 മണിക്ക് കുർബാന. വലിയ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല ഈ പെരുന്നാളിന്, എന്നാലും ഞങ്ങളെല്ലാ കൊല്ലം ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഇന്ന് പെരുന്നാൾ വിശേഷങ്ങളാണ്. ഞാൻ ഒരു മധുരയൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്രാവശ്യം അധികം ഗസ്റ്റൊന്നുമില്ല. സാധാരണ ഈ പെരുന്നാളിന് അധികം ഗസ്റ്റ് കാണാറില്ല, എന്നാലും ആൻറ്റിയുടെ വീട്ടിൽ നിന്നുള്ളവരൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ആൻറ്റിയുടെ ചേട്ടൻ ഫാമിലി അവർ വരില്ല, ആൻറ്റിയുടെ ചേച്ചിയും ഹസ്ബൻഡ് അവർ വരും, എല്ലാവരും കാണും. ഞങ്ങൾ ഇന്നലെ ഇവിടെ പ്രസൻ്റാണ്. അപ്പോൾ എല്ലാവരും രാവിലെ എണീറ്റിട്ടുണ്ട്. 10 മണിക്കാണ് കുർബാന. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി റെഡി ആവാൻ പോവാണ്. കാപ്പി കുടിക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ റെഡി ആവണം, പോകണം. ഇപ്പോൾ സുട്ടുപ്പ് ഉറക്കാണ്. ഞാൻ അവന് എഴുന്നേറ്റിട്ട് ഫുഡ് കൊടുക്കണം. പിന്നെ അവൻ്റെ ഇപ്പോൾ ലാക്ടോജൻ കൊടുക്കാറുണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ. അപ്പോൾ അത് റെഡിയാക്കണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ കുറേ നാളിന് ശേഷം മാമോദീസയ്ക്ക് ഞാൻ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഞാൻ സാരി ഉടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. സാരി കൊണ്ടുവന്നു, പിന്നെ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ വെൽക്കം ടു ന്യൂ വീഡിയോ. അങ്ങനെ ഞങ്ങളിത് റെഡി ആയിട്ടില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേ മമ്മി ആൻറ്റിയൊക്കെ റെഡിയായി. അപ്പോൾ അവരാദ്യം പോവാണ് കേട്ടോ. അന്നേരം ഞാനിത് സുട്ടുവിന് ഫുഡൊക്കെ കൊടുത്ത് അവനെയും റെഡിയാക്കി. അപ്പോൾ അവർ മമ്മിയും സുട്ടു ആൻറ്റിയും കൂടെ ആദ്യം തന്നെ പോവുകയാണ് 10 മണിയുടെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ പിള്ളേർ സെറ്റ് ചെയ്തേ ഒരുങ്ങി തീർന്നിട്ടില്ല. അപ്പോൾ ചേട്ടായി ഇന്ന് രാവിലെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, കൊയറുണ്ടായിരുന്നു ചേട്ടായി വാടാൻപള്ളിക്ക്. പോകുന്നു, ഇനി ഉച്ചയാകുമ്പോഴത്തേനേ എത്തുള്ളൂ. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് വേഗം റെഡി ആയിട്ട് ഇത് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ സുട്ടു അവരോട് പോയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുങ്ങാനൊക്കെ പറ്റി. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഞാൻ കുറച്ച് നാൾ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെഡി ആകുന്നതിൻ്റെ ഒരു ഗെറ്റ് റെഡി വീഡിയോ. എന്നിട്ട് ഞങ്ങളിതേ പള്ളിയിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോഴത്തേനും കുർബാന തീരാനായി. കുർബാന തീർന്നു കഴിഞ്ഞത് പിന്നെ പ്രദക്ഷിണമൊക്കെ ഉണ്ട്. പ്രദക്ഷിണം ഇത് പകൽ പ്രദക്ഷിണമാണ് കേട്ടോ. സത്യത്തിൽ ഇത് ചെറിയ പെരുന്നാളായതുകൊണ്ട് ഞായറാഴ്ച ഉച്ചയോടെ പെരുന്നാൾ കഴിയും. വൈകുന്നേരം പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ഉച്ചയ്ക്ക് നല്ല പ്രദക്ഷിണമുണ്ട്. പ്രദക്ഷിണവും പിന്നെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചുവാണിക്കട, ഞാൻ പറയുന്ന വെച്ചുവാണി ബക്കട എന്നൊക്കെയാണ് കേട്ടോ. എനിക്കറിയത്തില്ല, ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും പറയുന്നത്. ഇവിടെ വന്ന് ഞാൻ വെച്ചുവാണി ബക്കട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. ഇവിടെ വേറെ നാടെന്നൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാൻഡ് സെറ്റൊക്കെ ഉണ്ട്. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. ബാൻഡ് സെറ്റ് ഇവിടെ തൃശ്ശൂർ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ബാൻഡ് സെറ്റൊക്കെ ഇത്ര ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് പള്ളിയുടെ അകത്തെ ഡെക്കറേഷനൊക്കെ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാ കൊല്ലം ഇങ്ങനെയാണ് നല്ല ഡെക്കറേഷനൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ തിരിച്ചെത്തിയ പാടെ ഞാൻ അവനുള്ള കുറുക്കുണ്ടാക്കുകയാണ്. അവനിപ്പോൾ രാവിലെ ഇച്ചിരി നേരത്തെ ഫുഡ് കഴിച്ചത്, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കാണും. അപ്പോൾ അത് അവനുള്ള കുറുക്കുണ്ടാക്കി. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഫുഡൊക്കെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ എല്ലാം പറയുകയാണ്. ക്യാബേജ് ഉണ്ടായിരുന്നു, പിന്നെന്താ ബീഫുണ്ട്, ചിക്കനുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, മറ്റേ ഇത് പറയുന്ന പോലെ ചോറുണ്ട്. ഇപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാം ഉണ്ട്. ഇത് വെള്ളവും ചോറും. അപ്പോൾ ചേട്ടൻ ഇവളെന്തോ ഈ പറയുന്നത്. എന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അവർ ഗസ്റ്റുകളൊക്കെ ഇരുന്നു. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റിയുടെ അമ്മയൊക്കെയാണ് കേട്ടോ. അവരെല്ലാം നമ്മുടെ ഫാമിലി തന്നെയാണ്, ഗസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് അവരൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് സുട്ടുവിന് മമ്മി ഫുഡ് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പ് ഞങ്ങളിരിക്കുമ്പോൾ ഞാനൊരു കറി വിട്ടുപോയിരുന്നു, പൈനാപ്പിൾ പച്ചടി. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ചൊക്കെ ഇരിക്കുവാണ്. പെരുന്നാളൊക്കെ ആകുമ്പോൾ ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ലാസ്റ്റത്തെ റൗണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് ശരിക്കും 4 മണിയൊക്കെ ആവും. കാരണം എല്ലാവരുടെയും വർത്താനവും കളിയും പരിപാടിയും ചിരിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു സമയമാവും. അപ്പോൾ ഈ പ്രാവശ്യം ഇവനും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഇവൻ്റെ ഫസ്റ്റ് ജൂൺ പെരുന്നാളാണ്. ഞങ്ങൾ ജനുവരി പെരുന്നാളിന് പറ്റിയില്ല, ഞാൻ അന്നേരം ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾ വൈകുന്നേരം ഇന്ന് ആൻമോൾ തിരിച്ചു പോവാണ് ബാംഗ്ലൂർക്ക്. അതായത് അവൾ ക്രൈസ്റ്റിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഒരു ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് അവൾ വന്നത്. അന്നേരം അവൾ സങ്കടപ്പെട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ രാത്രി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കസിൻസിൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം അവൾക്കത് മിസ്സായി. കാരണം അവൾ രാത്രി തിരിച്ചു പോവായതുകൊണ്ട് അതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവളെ ബസ് കയറ്റി വിടാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ തൃശ്ശൂർ KSRTC എന്നാണ് കേട്ടോ അവൾ ബസ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ യൂഷ്വലി ബസ്സിനാണ് തിരിച്ചു പോകാറ്. പണ്ട് ഞാനും ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഞാനും ബസ്സിനായിരുന്നു കേട്ടോ പൊക്കോളിയത്. എൻ്റെ സ്ഥിരം ബസ്സായിരുന്നു കല്ലട. പാലായിൽ നിന്ന് കല്ലട കയറി രാവിലെ ബാംഗ്ലൂർ മടിവാള ചെന്നിറങ്ങും. അതൊരു പ്രത്യേകതരം ഫീലിംഗാണ് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുക എന്ന് പറയുന്നത്.
അപ്പോൾ സത്യത്തിൽ ഞാൻ പിന്നെ അത്ര വലിയ അച്ചാർ അങ്ങനത്തെ ഒന്നും ഫാൻ അല്ലാത്തതുകൊണ്ട് അതൊന്നും കൊണ്ടുപോകാറൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ കയറ്റിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇനി ജനുവരിയിലാണ് കേട്ടോ നമുക്ക് അടുത്ത പെരുന്നാൾ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വാടാനപ്പള്ളിയിൽ ഒരു ഓഗസ്റ്റ് പെരുന്നാളുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ജൂൺ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.